മനുഷ്യനെ ദൈവം ഏതൻ തോട്ടത്തിൽ ആക്കി എന്നാണല്ലോ നമ്മൾ ബൈബിൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം മനുഷ്യനെ ദൈവം ഭൂമിയിലെ മണലെടുത്ത് നിർമ്മിച്ചു. അവൻ ജീവനുള്ള ദേഹിയായി മാറാൻ കർത്താവ് അവരുടെ ജീവശ്വാസം ഊതി അവരെ ജീവനുള്ള ദേഹിയായി മാറ്റി. എന്നാൽ എല്ലാ മൃഗജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇണയുണ്ട്. മനുഷ്യന് മാത്രം ഇണയില്ലായിരുന്നു. അവരെ വാരിയെടുത്ത് ദൈവം അവരൊരു തക്കതായ തുണയെ നൽകി. അതാണ് നമ്മുടെ ഹവ്വ. ഇവര് കർത്താവിന്റെ വചനം അനുസരിച്ച് ഏദനിൽ താമസിച്ചു. അവർക്ക് രണ്ടുപേർക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു നദി 4 ശാഖയായി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ഫലപുഷ്ടമായിട്ടുള്ള ആ ഏദനിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ കുടുംബം അതിനകത്ത് കഴിഞ്ഞുകൂടി. സർവശക്തനാകുന്ന ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ആദാമിനോട് സഭയോടും സംസാരിക്കുവാൻ ഇറങ്ങി വരുമായിരുന്നു. ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മനുഷ്യനെ നന്നായി ജീവിക്കുവാൻ, നല്ല രീതിയിൽ നടക്കുവാൻ, നല്ല സമർത്ഥമായി ജീവിക്കുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ തന്റെ ബുദ്ധിയും തന്റെ ചിന്തയും ദൈവത്തിന് അകന്നു പോകുന്ന പ്രവൃത്തികളായിരുന്നു. പക്ഷേ ഹവ്വ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ആദാമും പാപം ചെയ്യേണ്ടി വന്നു. ഈ ഭൂമിയിൽ തിന്മ വിളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദാം മുതൽ ഇന്ന് വരെ ഈ ഭൂമിയിൽ നടക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികളെല്ലാം തിന്മയത്രേ. ആ തിന്മയിൽ നിന്ന് മനുഷ്യനെ നേടുവാൻ സ്വർഗത്തിലെ സകല മഹിമകളും വെളിഞ്ഞ് സ്വർഗീകനാകുന്ന യേശു ഈ ഭൂമിയിൽ വന്നു. സ്വർഗത്തിലെ സകല മഹിമയും മനുഷ്യന് വേണ്ടി വഴിഞ്ഞ് ഈ താഴലോകത്തിൽ മറിയുടെ മകനായി ജനിക്കുവാനിടയായി 33 തിരുവയസ്സു വരെ മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി വളർന്നു തന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ നിർവഹിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, എന്നെ അനുസരിക്കുന്നവൻ എന്റെ പിതാവിനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യനെ നേടുവാനാണ് 33 വയസ്സായ യൗവനക്കാരനായ യേശുവിന്റെ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കപ്പെടേണ്ടി വന്നത്.